നമുക്കൊരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. മാസം തുടങ്ങുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു, യുവർ സാലറി ഗെറ്റ്സ് ക്രെഡിറ്റഡ് എന്ന്. ആ മെസ്സേജ് കാണുമ്പോൾ എന്താണെന്നറിയാത്ത ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുന്നു. കുറച്ചു നേരത്തേക്കാണെങ്കിൽ നമുക്കൊരു റിച്ച് ഫീലിംഗ് തോന്നുന്നു. ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കണ്ടിട്ട് നമ്മൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു, എന്തൊക്കെ വന്നാലും ഈ മാസം ഞാൻ കുറച്ച് കാശെങ്കിലും സേവ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന്. ബട്ട് ദെൻ ലൈഫ് ഹാപ്പൻസ്. റെന്റ്, EMI, ഗ്രോസറീസ്, പെട്രോൾ, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, സബ്സ്ക്രിപ്ഷൻസ്, ആമസോൺ ഓർഡേഴ്സ്, സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ, ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി, അത് ഇത് എന്നൊക്കെ കാശ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു. മാസം കഴിയാറാകുമ്പോൾ ബാക്കിയുള്ള കാശ് സേവ് ചെയ്യാൻ മാറ്റാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ ഞെട്ടുന്നു. എൻ്റെ കാശൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയും ഇല്ലല്ലോ എന്നോർത്ത് വറീഡാവുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നെക്സ്റ്റ് മന്ത് എന്തൊക്കെ വന്നാലും സേവ് ചെയ്യണമെന്ന് മനസ്സിലുറപ്പിക്കുന്നു. ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. ഇങ്ങനെ എപ്പോഴും ഒരു റാറ്റ് റേസിലാണ് നമ്മൾ. നിറയെ കാശ് സമ്പാദിക്കുന്ന ആൾക്കും ഇതേ അവസ്ഥ തന്നെ. സേവിങ്സ് എന്നത് ഇമ്പോസിബിളായി മാറുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് കാശ് സേവ് ചെയ്യുന്നത് ഇത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് എന്നും ഈ പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും നോക്കാം. മാത്രമല്ല, വീഡിയോയുടെ എൻഡിൽ ഞാൻ ജൂലൈ മന്ത് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. പേഴ്സണൽ ഫൈനാൻസിൽ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കായ ലെറ്റ്സ് ടോക്ക് മണി 5 പേർക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നതായിരുന്നു ആ ഗിവ് അവേ. അതിന്റെ വിന്നേഴ്സിനെയും ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇൻ കേസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ്സാക്കുന്ന ലാസ്റ്റ് വരെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 6 reasons why saving money feels impossible. Number 1, the biggest lie we believe. നമ്മൾ ഒരുപാട് പേരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരുപാട് ചിലവുകളുണ്ട്, ഇപ്പോഴുള്ള സാലറി നല്ല കുറവാണ്, അതുകൊണ്ടാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഇത് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നാം. ബട്ട് റിയാലിറ്റി എന്തെന്നാൽ 30,000 സാലറി ഉള്ള ആളും സേവ് ചെയ്യാൻ പാടുപെടുന്നു, 3 ലക്ഷം സാലറി ഉള്ള ആളും സേവ് ചെയ്യാൻ കഷ്ടപ്പെടുന്നു. ഇൻകം കൂടിയാലും നമ്മുടെ പ്രോബ്ലം കുറയുന്നില്ല. എന്തായിരിക്കും അതിന്റെ റീസൺ? അതിന്റെ ഒരു മെയിൻ റീസൺ ആണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇൻകം കൂടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസും നമ്മൾ കൂട്ടുന്നുണ്ട്. സാലറി കൂടുതൽ വരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ പുതിയൊരു ഫോൺ വാങ്ങിയേക്കാം, നല്ല വലിയ TV വാങ്ങിയേക്കാം, നല്ല ലക്ഷറി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയേക്കാം. അങ്ങനെ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ എക്സ്പെൻസസും ഒപ്പം കൂടാൻ തുടങ്ങുന്നു. ആൻഡ് ദ റിസൾട്ട് ഈസ് നോ മണി ലെഫ്റ്റ് ടു സേവ്. സോ ഇൻകം കൂട്ടിയാൽ അത് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വെൽത്തായി മാറില്ല. അതിന് കുറച്ച് നല്ല ഫൈനാൻഷ്യൽ ഹാബിറ്റ്സും ഡിസിപ്ലിനും വേണം. നമ്പർ 2, സേവിങ് ഈസ് ഹാർഡ് ബിക്കോസ് അവർ ബ്രെയിൻ ഹേറ്റ്സ് ഇറ്റ്. എന്തൊക്കെ പറഞ്ഞാലും സേവിങ് മണി എന്നത് ബോറിംഗ് ആണ് അല്ലെ? നേരെ മറിച്ച് എന്തെങ്കിലും പുതിയൊരു സാധനം വാങ്ങിയാൽ നല്ലൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കിട്ടും. സേവിങ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല, അത് ഇന്നത്തേക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് നൽകുന്നില്ല. പക്ഷെ നമ്മുടെ ബ്രെയിന് എപ്പോഴും ഇമ്മീഡിയറ്റ് റിവാർഡ്സ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്, ഇതിനോടൊക്കെയാണ് ഒരു ചായ്വ് ഉണ്ടാവുക. 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രെയിന് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു മാളിൽ പോയി കറങ്ങി നടന്ന് കുറെ കാശ് പൊട്ടിക്കുന്നതൊക്കെ നല്ല എക്സൈറ്റിംഗ് ആയി തോന്നുന്നത്. ബട്ട് സേവ് ചെയ്യാനായിട്ട് കാശ് മാറ്റുന്നത് ബോറിംഗ് ആയും തോന്നും. ഇതിൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. ഇമ്മീഡിയറ്റ് റിവാർഡ്സ് ആണ് ആൾക്ക് നല്ല ഇഷ്ടം. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്നാൽ ഈ കോർപ്പറേറ്റ് കമ്പനീസിനൊക്കെ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഇഷ്ടങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവര് പല നോട്ടിഫിക്കേഷൻസും നമുക്ക് അയക്കുന്നത്. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ്, ഫ്ലാഷ് ഡീൽസ്, ചെക്ക്ഔട്ട് ഇൻ ജസ്റ്റ് 1 ക്ലിക്ക്, അങ്ങനെ പലതും കൊണ്ടുവന്ന് സ്പെൻഡിങ് വളരെ എളുപ്പമാക്കുന്നത്. അതാണല്ലോ അവർക്ക് വേണ്ടത്. സോ ഇപ്പൊ എന്തായി? സ്പെൻഡിങ് എളുപ്പവും സേവിങ് നല്ല പാടുമായിട്ട് മാറി. നമ്പർ 3, വി സേവ് വാട്ട് എവർ ഇസ് ലെഫ്റ്റ്. ഇതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ഒരുപാട് പേരും ഫോളോ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇൻകം മൈനസ് എക്സ്പെൻസസ് ഇസ് ഈക്വൽ ടു സേവിങ്സ്. നിങ്ങളും ഇങ്ങനെയാണോ ചെയ്യാറുള്ളത് എന്ന് കമന്റ് ചെയ്യാം. ഈ ഒരു ഫോർമുലയുടെ പ്രോബ്ലം എന്താണെന്നാൽ മിക്കപ്പോഴും എക്സ്പെൻസസ് കഴിഞ്ഞ് ഒന്നും ബാക്കിയാകാറില്ല. സേവിങ്സ് നല്ലപോലെ ചെയ്യുന്നവര് ഇതിന്റെ ഒരു റിവേഴ്സ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസസ് എന്ന്. ഫോർമുലയിൽ ഒരു സിമ്പിൾ ചേഞ്ച് ആണിത്, ബട്ട് ഇറ്റ് ചേഞ്ചസ് എവറിത്തിങ്. ഫസ്റ്റ് തന്നെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും എത്രയാണ് സേവ് ചെയ്യാൻ പ്ലാൻ ഇടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ളതേ ചിലവാക്കാനായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുക. ഇവിടെ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഡു ദിസ് റിവേഴ്സ് ഫോർമുല. കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 4, വി ഡോണ്ട് നോ വാട്ട് വി ആർ സേവിങ് ഫോർ. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു മല കയറാൻ പറയുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊന്നും ആള് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതാ ആ കാണുന്ന മല കയറിക്കോളൂ എന്ന് പറഞ്ഞാലും എങ്ങനെ ഉണ്ടാവും? നമ്മൾ അത് ചെയ്യുവോ? ഓർ അത് ചെയ്യാൻ നമുക്ക് എത്ര തന്നെ മോട്ടിവേഷൻ ഉണ്ടാവും. സേവിങ് മണിയും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് ഭാവിയിൽ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സോ കാശ് സേവ് ചെയ്യണം എന്ന് മാത്രമാണ് അറിയുന്നത്. നമ്മുടെ ഗോള് ഞാൻ കാശ് സേവ് ചെയ്യണം എന്ന് മാത്രമാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് വലിയ കാര്യമാവില്ല.
നേരെ മറിച്ച് എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, അതുകൊണ്ട് എനിക്ക് ഇത്ര കാശ് എന്തായാലും സേവ് ചെയ്യണം, എനിക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യണം, ട്രാവൽ ചെയ്യണം, ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം, അതുകൊണ്ട് സേവ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ പ്രിഫറൻസസിനനുസരിച്ച് സേവിങ്സിന് ഒരു പേർപ്പസ് കൊടുത്താൽ മോട്ടിവേഷനും ഉണ്ടാവും, ഡിസിപ്ലിനും ഉണ്ടാവും. നമ്പർ 5, ദ ഇൻവിസിബിൾ ലീക്സ്. നമ്മുടെ എക്സ്പെൻസസ് കൂടുന്നത് എപ്പോഴും വലിയ പർച്ചേസസ് കൊണ്ട് മാത്രമായിരിക്കില്ല. ഒരുപാട് ചെറിയ ചെറിയ ലീക്സ് ആയിരിക്കും നമ്മുടെ കുറേ കാശ് കളയുന്നത്. അത് മോസ്റ്റ്ലി നമ്മൾ നോട്ടീസേ ചെയ്യില്ല. 199 റുപ്പീസ്, 399 റുപ്പീസിന്റെ സബ്സ്ക്രിപ്ഷന്, ഫ്രീ ട്രയൽ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ കുറേ സർവീസസിന് സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി, ഇമ്പൾസ് ഷോപ്പിംഗ്, വീക്കെൻഡ് ട്രീറ്റ്സ്, ഡെയിലി കോഫി, ഓൺലൈൻ സെയിൽസ്, അങ്ങനെ പല തുള്ളികളാണ് ഒരു പെരുവെള്ളമായിട്ട് മാറുന്നത്. ഇങ്ങനെ നോട്ടീസ് ചെയ്യാത്ത ആ കുട്ടി കുട്ടി ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് ആ ലീക്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് നോക്കുക. നമ്പർ 6, നോട്ട് റിയലൈസിങ് ദ റിയൽ പർപ്പസ് ഓഫ് സേവിങ്. നമ്മൾ സേവ് ചെയ്യുന്നത് തന്നെ പണക്കാരനാകാനാണ് എന്നാണ് വിചാരിക്കുന്നത്. സേവിങ്ങിന്റെ റിയൽ പർപ്പസ് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആക്ച്വലി സേവിങ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഫ്രീഡം. ടോക്സിക് ആയിട്ടുള്ള ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, പാനിക് ആകാതെ എമർജൻസീസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, കരിയർ റിസ്ക് എടുക്കാനുള്ള ഒരു ഫ്രീഡം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാനുള്ള ഒരു ഫ്രീഡം. കാശല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് പീസ് ഓഫ് മൈൻഡ് ആണ്. ഈ ഒരു റിയലൈസേഷൻ നമ്മളെ ഒരുപാട് റോങ് ഫൈനാൻഷ്യൽ ഡെസിഷൻസ് എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, കാശില്ലാത്തടത്ത് ലോൺ എടുത്തിട്ട് ഒരു വലിയ വീട് കെട്ടിയിട്ട് ആ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത ടോക്സിക് ജോബിൽ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വരുന്നു. ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റാതെ ആവുന്നു, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ ആവുന്നു. സോ നമ്മുടെ കുറേ ഫ്രീഡമാണ് ഇവിടെ കോംപ്രമൈസ്ഡ് ആകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 6 റീസൺസ് ഓൺ വൈ സേവിങ് മണി ഫീൽസ് ഇമ്പോസിബിൾ. നൗ ഹൗ ഡു യു ഫിക്സ് ഇറ്റ്? ഫസ്റ്റ് തന്നെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഇനി ഇത് എങ്ങനെ ചെയ്യും, എനിക്ക് ഫൈനാൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദ ബുക്ക് ലെറ്റ്സ് ടോക്ക് മണി. ബുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ബുക്കിന്റെ ഒരു ഫുൾ ബുക്ക് സമ്മറി ചെയ്തിട്ടുണ്ട്, അതാണെങ്കിലും കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ സിസ്റ്റം ഉണ്ടാക്കിയാൽ ക്യാഷ് ഫ്ലോ ഒക്കെ സീംലെസ് ആയി പോകും. സിസ്റ്റം ഇല്ലാതെ വിൽ പവറും മോട്ടിവേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ചില മൊമെന്റ്സിൽ വിൽ പവറും മോട്ടിവേഷനും ഒക്കെ കാണാതെ അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നും നല്ലപോലെ കാശും പോവും. സേവിങ്സ് എത്ര വേണമെന്ന് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമേ എക്സ്പെൻസസിനുള്ളൂ എന്ന് ഫിക്സ് ചെയ്യുക. ചിലവുകൾ കുറയ്ക്കണമെങ്കിൽ അതും നോക്കി ചെയ്യുക. നമ്മുടെ അടുത്തുള്ള കാശിനൊക്കെ ഒരു പേർപ്പസ് കൊടുക്കുക. സേവ് ചെയ്യുന്ന എമൗണ്ട് എന്തിനു വേണ്ടിയാണ് എന്ന് ഡിസൈഡ് ചെയ്തിട്ട് സേവ് ചെയ്യുക. എമർജൻസി ഫണ്ടിന് വേണ്ടിയാണോ, ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയാണോ, ട്രാവൽ, എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ സേവിങ്സിനും ഒരു പേർപ്പസ് കൊടുക്കുക. നെക്സ്റ്റ്, ഇമ്പൾസ് പർച്ചേസിനെ ഡിലേ ചെയ്യിക്കുക. ഒരു കാര്യം വേണമെന്ന് തോന്നിയാൽ വെയിറ്റ് ഫോർ 48 hours എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. 48 മണിക്കൂറുകൾ കഴിഞ്ഞും നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ അത് വാങ്ങുക. കുറെ കാര്യങ്ങളൊക്കെ ആ 48 മണിക്കൂർ വിൻഡോയിൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകും. ട്രാക്ക് യുവർ സ്പെൻഡിങ്. ഒരു അവയർനെസ് കൊണ്ടുവരാൻ സ്പെൻഡിങ് എപ്പോഴും ട്രാക്ക് ചെയ്യുക. ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ഓർ സെക്ഷൻ ആയിട്ടാണെങ്കിലും ട്രാക്ക് ചെയ്യുക. ലാസ്റ്റ്, ഇൻക്രീസ് സേവിങ്സ് എവറി ടൈം യുവർ സാലറി ഇൻക്രീസസ്. ഇൻകം കൂടുമ്പോഴൊക്കെ സേവിങ്സിന്റെ പെർസെൻറ്റേജും കൂട്ടുക. 5% ആണ് സേവ് ചെയ്തിരുന്നതെങ്കിൽ നെക്സ്റ്റ് 10 or 15% സേവ് ചെയ്യാനായിട്ട് നോക്കുക. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് സേവിങ്സ് പെർസെൻറ്റേജ് കൂട്ടുക. മണി സേവ് ചെയ്യാൻ ഇനി പറ്റുന്നില്ല, പാടാണ് എന്നൊക്കെ തോന്നിയാലും ഓർക്കുക, സേവ് ചെയ്യാനുള്ള കാശൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, ബട്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുക. എന്നിട്ട് അത് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക. മസ്റ്റ് ആയിട്ടും സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക, വൈസ് ഡെസിഷൻസ് എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും മണി സേവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെ നോക്കുക. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. മറക്കണ്ട, ലെറ്റ്സ് ടോക്ക് മണി എന്ന ബുക്ക് വായിക്കുക. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോയുടെ എൻഡിലെത്തി ആൻഡ് ഇറ്റ്സ് ടൈം ടു അനൗൺസ് ദ ഗിവ് അവേ വിന്നേഴ്സ്. എനിക്ക് ഒരുപാട് കമന്റ്സ് ഒന്നും വരാത്തത് കൊണ്ട് ഗിവ് അവേ വിന്നേഴ്സിനെ ചൂസ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഗിവ് അവേ റൂൾസ് ഫോളോ ചെയ്ത് ഈ ബുക്ക് എന്തുകൊണ്ട് വേണം എന്ന വാലിഡ് റീസൺ കമന്റ് ആയിട്ട് നൽകുകയും പിന്നെ ഗൂഗിൾ ഫോംസും ഫില്ല് ചെയ്ത ആളുകളിൽ നിന്നുമാണ് ഞാൻ 5 പേരെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവര്, ഇൻകം വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ബട്ട് ഫൈനാൻസ് നല്ലപോലെ മാനേജ് ചെയ്യണം എന്നുണ്ട്, അതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കണം എന്നുള്ളവര്, നെക്സ്റ്റ് മന്ത് മുതൽ ഈ ലെസൺസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവര്, നെക്സ്റ്റ് ജനറേഷൻ ആയ മക്കൾക്ക് ഈ ബുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെ പല ആഗ്രഹങ്ങളുള്ള
പല ആളുകൾക്കും എന്നെ കൊണ്ട് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഐ എം സോ ഹാപ്പി. വിന്നേഴ്സിന്റെ യൂട്യൂബ് യൂസർ നെയിം ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ദ 5 വിന്നേഴ്സ് ആർ അഞ്ജന രത്നാകരൻ, സംഗീത് CD9WI, Miss Taurus 5974, Nirmal Josh Videos and Nihla Febin. Congrats to all the winners. I hope you will find this book helpful. നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലോട്ട് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ annapurni@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് ഒരു ഇമെയിൽ അയക്കും, അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട്. അതിന് റിപ്ലൈ ചെയ്യുക ആൻഡ് ബുക്ക് വീട്ടിൽ വന്നതും വായിച്ചു തുടങ്ങാം. ഹാപ്പി റീഡിംഗ് ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.